ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനലിൽ എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് എം ആർ സി എന്ന് വെച്ചാൽ ഫസ്റ്റ് തുടങ്ങുകയാണ്. അത് കുറേ ഗെയിമർമാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ GTA 5 എം ആർ സി ഒന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റ് എന്നല്ല, എല്ലാ ഗെയിംസും നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഇത് താഴെ കമൻറ്റ് ചെയ്യുക. അതായത് അതിനുള്ള അനുസരിച്ചുള്ള ഗെയിമൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ മൈൻക്രാഫ്റ്റാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പം ഈ മൈൻക്രാഫ്റ്റിൽ ഞാനൊന്നൊരു ഹൗസ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ഹൗസ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ നിങ്ങൾ നടത്തി സ്ക്രോൾ ചെയ്ത് നമ്മൾ അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, നമ്മൾ ജസ്റ്റ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതായത് എം ആർ സിൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തണം. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതായത് നിങ്ങൾക്ക് ഇത് ഒറിജിനൽ അല്ല, ഇത് അതിൻ്റെ കോപ്പിയാണ്. ഒറിജിനൽ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പം അതൊരു പാർട്ട് 1 ആക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, നമ്മളപ്പം വീഡിയോയിലൊക്കെ കടക്കുകയാണ്. അപ്പം ഒന്നുകൂടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് സബ് ചെയ്യുക നിങ്ങൾ മറക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് സബ് ചെയ്ത് പോകാനേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ സബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഗെയിം പ്ലേ നമ്മളിന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ടുഡേ ഹോബി മൈൻക്രാഫ്റ്റ്. അപ്പം മൈൻക്രാഫ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവാണ്. അതായത് നമ്മൾ മൈൻക്രാഫ്റ്റിന് നമുക്ക് സ്കിപ്പ് ചെയ്താണ് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ അതിലേക്ക് പോവുകയാണ്. നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം, ഒരു വില്ലേജൊക്കെ പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം പ്ലേ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിത് ഇങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോട്ടേ എവിടെയാണ്. ഓക്കെ, അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വില്ലേജ് നമുക്ക് കണ്ടുപിടിച്ച് മുമ്പോട്ട് നോക്കാം. നമ്മൾ ബാക്കോട്ടാണ്. ഈ ഒരു സ്ഥലത്ത് നമുക്ക് മുമ്പോട്ട് നടക്കാം. ഓക്കെ, നമുക്ക് ഇതിന് കടിച്ചു കൊല്ലാം. മുമ്പോട്ട് പോയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാനിത് കഴിച്ച് തന്നെ ചെയ്യാണ്. അപ്പം നമുക്കൊരു വീട് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മുമ്പോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യാണ്. നമുക്ക് ഓക്കെ നമുക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഒരു വീടുണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ചെറുതാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ച് നമ്മൾ തിരിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് രീതിയിലുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് നടക്കാം. ഓക്കെ നമുക്ക് ഇവിടെ വീട് വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് അത് ഇട്ടിട്ട് തുടങ്ങണം. അപ്പം നമുക്ക് ജസ്റ്റ് അത് ഇട്ടും തുടങ്ങണം. ഓക്കെ, നമുക്ക് ഇട്ട് തുടങ്ങാം. അപ്പം നമുക്ക് സ്ക്രോൾ ചെയ്യാതെ നിങ്ങൾ കാണാം. ഫസ്റ്റ് നമ്മൾ ലൈറ്റുകളാണ് നമ്മൾ ഇട്ട് പോകുന്നത്. മൈൻക്രാഫ്റ്റിൽ കുറച്ചൊരു ടഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് കളിക്കാൻ, അപ്പോൾ നമ്മൾ ക്യാമറേൻ്റെ മുമ്പിലൊന്നും നമ്മൾ ശല്യപ്പെടുന്നില്ല. നമ്മൾ ഇത് കാണിക്കാം. കേസ് നമുക്ക് ശല്യപ്പെടുത്തുന്നില്ല. നമ്മളിത് ലൈറ്റാണ്. നമുക്കൊരു
ഒരാളുടെ വീട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമുക്ക് നേരെ മുമ്പോട്ട് പോയതിൻ്റെ ശേഷം കുറച്ച് ബാക്ക് പോവുക. സോറി ഗൈസ്. അപ്പോൾ നമ്മൾ പകുതി ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീട് ഉണ്ടാക്കുന്ന രീതി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സിമ്പിളായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പം ഞാനിത് വലിയ ഗെയിം സെറ്റപ്പ് ഒന്നും ആക്കിയിട്ടില്ല. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് 1 ആക്കിയിട്ട് നമ്മൾ ഇടുന്നത് മാത്രം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഇറങ്ങാം. ഓക്കെ, നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു ഫില്ലർ വാർത്ത നമ്മൾ കഴിഞ്ഞു. അതായത് നമുക്ക് ഇന്ന് ഏത് വേണമെങ്കിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇന്ന് ഈ ലൈറ്റ് കൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മൊത്തം ലൈറ്റാണ്. അപ്പം നമുക്ക് അതിൻ്റെത് ഒരു ടിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കത് കളയാം. ഓക്കെ, നമ്മളത് കളഞ്ഞിട്ടുണ്ട്. ഗെയിം പ്ലേ സ്റ്റാർട്ട് എടുക്കുകയാണ്. അപ്പം ഈ ഒരു പാർട്ട് 1 നിങ്ങൾ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതായത് ഞാൻ വലിയ ഇതിലൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ സ്ക്രോൾ ചെയ്യാതെ, അതായത് ഡെഫ്ലിക്ക് ആവാതെ പതുക്കെ നമ്മൾ അവിടെ വെച്ച് വരും. ഓക്കെ ഗൈസ്, നമ്മളതാണ് ഇവിടെ നമ്മൾ പകുതി ഭാഗം നമ്മൾ വെച്ച് വരണം. ഓക്കെ ഗൈസ്, നമ്മളതാ ഇനി ഇതിൻ്റെ മേലെ കൂടെ ബാക്ക് എടുത്തിട്ട് നമുക്ക് ഓക്കെ ഗൈസ്. അപ്പം ഞാനിത് ലെഫ്റ്റ് ഇരുന്നിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാണ്. ഒരു ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗമാണ്. അപ്പം ഈ ഒരു വീട് ഉണ്ടാക്കുന്നത് തന്നെ ഭയങ്കര ടഫാണ്. ഹൈലൈറ്റ് വീടൊന്നുമല്ല, ഈ ഒരു വീഡിയോക്ക് വേണ്ടി കാണിക്കാൻ മാത്രം ഒരു ചെറിയ സെറ്റപ്പ് വീട്. ഓക്കെ, നമ്മൾ മുമ്പോട്ട് കടന്നതിൻ്റെ ശേഷം നമുക്ക് ഇനി ഇവിടെ ഇട്ട് പോവാം. ഓക്കെ, നമുക്ക് ലൈറ്റ് കൊണ്ടുള്ള വീടായതുകൊണ്ട് തന്നെ കുറച്ചൊരു ടഫൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മളൊക്കെ ബാക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇട്ട് പോകണം. അതായത് നമ്മൾ ജസ്റ്റ് മുമ്പോട്ട് പോയതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് പോവാണ്. അപ്പം രണ്ടാമത്തെ ഭാഗവും സെറ്റായിട്ടുണ്ട്. നമുക്കിപ്പം ഈ അടിയത്തെ സ്ക്രോൾ ഇതൊന്നും നമുക്ക് പോയി കളയാം. ഓക്കെ, അതിന് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ലെഫ്റ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ലെഫ്റ്റാണ്, നമ്മൾ റൈറ്റാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, റൈറ്റ് നമുക്ക് വലിയ പിടിയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നമുക്ക് പോവാം. ബാക്കോട്ട് പോയതിൻ്റെ ശേഷം ഞാനത് വർക്ക് ചെയ്യുന്നത് കീബോർഡിലാണ്, അതായത് ബ്ലൂടൂത്തിൻ്റെ കീബോർഡിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുഖമാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കുറച്ചൊരു ടഫാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാ. ഓക്കെ, നമുക്കിതാ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോയിട്ടുണ്ട്. നമുക്ക് ചെയ്ത് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ ഇത് പൊന്തിച്ചുതരാം. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഏകദേശം പണി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടി മുതൽ നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് അത് പിന്നെ പറയുകയാണ്. നിങ്ങളെ വീഡിയോ ആദ്യമായിട്ട് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് താഴെ പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് മുമ്പോട്ട് നീങ്ങിയതിന് ശേഷം ബാക്കോട്ടൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടുത്തെ പണി എന്നിട്ടും കഴിഞ്ഞില്ല. നമ്മൾ അടി മുതൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം അടിയത്തെ എല്ലാ ഭാഗവും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതാ അപ്പോൾ ഓക്കെ, നമുക്കത് ഇട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഓരോ സാധനം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക്
ഏതിട്ടു എല്ലാം അതാകുമ്പം ബോറായി പോവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ബാക്കോട്ട് സൈഡിലോട്ട് നീങ്ങിയിട്ട് ഇത് ഇട്ട് നമുക്ക് വരാം. ഞങ്ങൾക്കൊരു സർപ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഓക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം ഇതിൻ്റെ പണി നമ്മൾ തീർക്കണം. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾക്ക് പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇതായിട്ട് ബോറാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ സസ്പെൻഷൻ. നമുക്ക് ജസ്റ്റ് കാണിക്കാം. അപ്പം നമ്മൾ വീഡിയോയിൽ ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് നമുക്ക് പോകാൻ കഴിയത്തില്ല. നമുക്ക് ബാക്കോട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കോട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് മേലേക്ക് നമ്മൾ ഹൈലൈറ്റ്സ് വീട് ഇത് കാണാൻ പറ്റുന്നതായിരിക്കും. സൂംബീസൊക്കെ ഇറങ്ങി നടക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ സൂംബിയാണ്, അത് നമുക്ക് അടിച്ചു പോകാൻ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അടിയിലേക്ക് തന്നെ പോയതിൻ്റെ ശേഷം നമുക്ക് ജസ്റ്റ് മുമ്പോട്ട് നമ്മൾ നീങ്ങി വെക്കാം. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് അടിച്ചു കൊല്ലാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കേണ്ട. നമുക്ക് നമ്മളെ സ്കീമിലേക്ക് നമ്മൾ വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ഇതാണ് നമ്മളെ വീട് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഗൈസ്, അവിടെ നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ എന്തോ ഒരു സംഭവം നടക്കുകയാണ്. ഓ, ലാവേൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കേട്ടോ ഗൈസ്. നമുക്ക് ലാവേൻ്റെ ഒരു സംഭവമാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നമുക്ക് ചാവൂന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. സോറി, നമ്മളെ ഹെൽത്ത് നമ്മൾ പോവും ഗൈസ്. നമുക്ക് അതുകൊണ്ട് നമുക്ക് വേണ്ട ലാവയാണ്. ആദ്യം കൂടെ നമുക്ക് കളിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഗൈസ്, ലാവനെ നമുക്ക് മൂടിക്കളയണ്ട, ആടുന്നതായിക്കോട്ടെ. ഇനി ഒരു മുഖം വീകാണ്ടിരിക്കട്ടെ. ലാവയ്ക്ക് നമ്മൾ പോകണം ഗൈസ്. നമ്മൾ മേലേക്ക് പോയി നമ്മളെ വീടിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കണം. എന്നാലും നമുക്ക് വീട് ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ മേൽക്കൂര നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് ഞങ്ങൾ മേൽക്കൂര ഞാൻ ക്ലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള നമുക്ക് ഇടാട്ടോ ഗൈസ്. നമുക്ക് ഓക്കെ ഗൈസ്, നമ്മളിപ്പം ഇതിലാണ് നമ്മൾ കളിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ മേൽക്കൂരൻ്റെ പരിപാടി നമ്മൾ ക്ലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഓടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ബാക്ക് എടുക്കണം. ഓടൊന്നും ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴേ പറഞ്ഞാൽ നമുക്ക് അത് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ട. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് വെച്ച് നമ്മളെ മേൽക്കൂരേൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, ഏകദേശം നമ്മളെ മേൽക്കൂര ഏകദേശം നമ്മളെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പൂർത്തീകരിച്ചു ഗൈസ്. അപ്പം മേൽക്കൂരക്ക് ചെറിയൊരു പണി കൂടെ ഉണ്ട്. ലൈറ്റ് വെച്ചാൽ ഈ സൂംബീസ് ഒന്നും അവിടെ സ്പോൺ ആവത്തില്ല. അത് ലൈറ്റ് ഇല്ലെങ്കിൽ അതൊക്കെ അവിടെ സ്പോൺ ആവും. അതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇവിടെയും കുഴപ്പമില്ല. അപ്പം ഒരു ഭാഗം നമ്മൾ നേർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി മറ്റേ ഭാഗത്തും ഇതുപോലെ നമ്മൾ ചെയ്യണം.
അതിനോടൊപ്പം നീങ്ങാണ്. അപ്പം നമുക്ക് അവിടെ മുമ്പിലേക്ക് നമ്മൾ പോവാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് അവിടെ ഒരു ആൾ കയറിയിട്ടുണ്ടാകും നോക്കണ്ട, അയാൾ എണീച്ച് പൊക്കോളൂ. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യണം. അത് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യണം. നല്ലതാണ്. നമ്മളെ വീടിൻ്റെ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഏകദേശം ഒരു പണിയൊക്കെ അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ കാണില്ല, നമ്മൾ അങ്ങോട്ട് വലിക്കണം. അപ്പോൾ നമ്മൾ ഫോണിൽ കളിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ കളയാണ്. ഇനി നമുക്ക് അടിച്ചോ. ഓക്കെ, ഈ ഗ്ലാസ് എല്ലാം നമ്മളിതാ ഇവിടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്ലാസ് എടുക്കാം. പറഞ്ഞ ഗൈസ്, നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്, അപ്പം ആ ഒരു പരിപാടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരാളുടെ, അത് നിങ്ങളെ സോംബിയാണ്, അത് നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇപ്പോൾ ചാവത്തില്ല, നമ്മൾ വേറൊരു ലെവലിൽ കളിക്കുമ്പോഴാണ് നമ്മൾ ചാവുക. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇനിയുള്ള ഭാഗം നമ്മൾ ലെവലായി തന്നെ നമ്മൾ നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ക്ലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയുന്നത്. പറയലൊരു ചെറിയ കുഞ്ഞ് സബ്ജക്റ്റ് ഉണ്ടെന്ന്. അപ്പം നമ്മൾ ക്ലാസ്സിനെ വെച്ചിട്ട് നമുക്ക് ആര് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ആര് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പം ഓക്കെ ഗൈസ്, നമുക്ക് അപ്പം ആ ഒരു ഭാഗം തന്നെ നമുക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഈ ഒരു വീടിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് വിടാം. അപ്പോൾ ഈ ഒരു ഇത് പൂർത്തിയാക്കിയിട്ട് നമുക്ക് കളിക്കാം. അപ്പം ഈ ഒരു വീടിൻ്റെ പകുതി ഭാഗങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. ലാസ്റ്റ് ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെ അപ്ഡേറ്റ് ഞാൻ ചെയ്തു എന്നുള്ളത്. അപ്പം ആ ഒരു അപ്ഡേറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഭാഗമാണ് ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ ചെറിയൊരു ഭാഗമുണ്ട്. ഇനി നമുക്ക് ഒരു വാതിലുണ്ടാകാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കളയാണ്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വാതിലേക്ക് പോകാം. 5 നോക്കി നോക്കാം. ഓക്കെ, 5 വാതിൽ തന്നെയാണ്. അങ്ങനെ വാതിലും ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീടിൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ തന്നെ വേണം. അപ്പം നമുക്ക് നമുക്ക് സെർച്ച് ചെയ്തൊക്കെ നേരെ ബെഡ് എടുത്തിട്ടുണ്ട്. ബെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ റൂമിൽ ഒരു ഭാഗം ഉണ്ടാക്കി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവിടെ ആ ഒരു ബെഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. 3 ബെഡ് ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 3 ബെഡ് ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ 3 ബെഡ് ഒരുമിച്ച് ഇട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ലെവൽ റൂം വേണം. അപ്പം ഇനി നേരെ രാവിലെ കാണാമല്ലേ? നമുക്ക് രാവിലെ കാണാം. അപ്പം ഗൈസ്, രാവിലെ നമ്മളായിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. നമുക്ക് ഈ 2 ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്നിട്ടതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങാം. അല്ലെ ഈ സോംബീസ് കയറും. അപ്പോൾ ആ സോംബീസ് കയറും അതിന്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ ഹൗസ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. തിരിക്കട്ടെ. ഓക്കെ, നമ്മളെ മുൻവശമാണ്. നമ്മൾ ജസ്റ്റ് നമ്മളെ ഹൗസ് കാര്യങ്ങളൊക്കെ നോക്കി ഫുള്ള് ലെവലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ലാപ്ടോപ്പ് എടുത്തതിൻ്റെ ശേഷം നമ്മളതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കാണിക്കുകയാണ്. അപ്പം ബാക്കിയൊക്കെ ക്ലാസ് കൊണ്ടാണ്. അത് 2 ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ആ 2 ഭാഗം ചെയ്തുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ